നമസ്കാരം. ഓ ഓ ഓം നമോ നാരായണായ. ഹരിനാമകീർത്തനത്തിലെ 50-ാമത്തെ ശ്ലോകം. ധ എന്ന് തുടങ്ങുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ശ്ലോകം. ധനം എന്നുള്ള ധ. ശ്ലോകം 50. ധന്യോഹമെന്നു മതി മാന്യോഹമെന്നു മതി പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനുമെന്നു മതി. ഒന്നല്ല കാൺകൊരു കൊടുങ്കാടുടെംഭമയം ഒന്നിച്ചു കൂടിയതു നാരായണായ നമഃ. നാരായണായ നമ 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 നാരായണായ നമ. ഞാൻ ശ്രേഷ്ഠനാണ്, ഞാൻ വളരെ മാന്യനാണ്, ഞാൻ വളരെ പുണ്യകർമ്മങ്ങൾ ചെയ്തവനാണ് എന്നിങ്ങനെ ഞാനെന്ന് ഊന്നിക്കൊണ്ട് കാര്യങ്ങളെ നാം ബന്ധിപ്പിക്കുന്നു. അഭിമാനിയായി കഴിയുന്ന മനുഷ്യൻ അഹങ്കാരം കൊണ്ട് അജ്ഞാനത്തിൻ്റെ ഒരു വനം തന്നെയാണ് ഇങ്ങനെ സൃഷ്ടിക്കുന്നത്. അഹന്ത കൊണ്ടുണ്ടാകുന്ന വൃക്ഷങ്ങൾ എത്രമാത്രമുണ്ടെന്ന് കണക്കില്ല. ആ വൃക്ഷങ്ങൾ അത്രയും ചേർന്ന ഒരു മഹാവനമാണ് നമ്മുടെ അഹങ്കാരം. കെട്ടിപ്പിണഞ്ഞ് പടർന്നു പന്തലിച്ച് വേരുറച്ച് അഹന്തയിൽ കനത്തു വളർന്നു നിൽക്കുന്ന വിവിധങ്ങളായ അഭിമാനങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു അന്ധഃകരണമാണ് മനുഷ്യനുള്ളത്. എളുപ്പമൊന്നുമല്ല ആ മഹാവനത്തെ മുഴുവൻ വെട്ടിക്കളഞ്ഞ് അവിടെ ഭക്തിയാകുന്ന നീർച്ചാലൊഴുക്കി മുക്തിയാകുന്ന ഫലം ഉണ്ടാക്കുവാൻ. മനുഷ്യലോകം എത്ര മായാബദ്ധമാണെന്ന് കാണിക്കാൻ ഇതിൽ കവിഞ്ഞൊരു സങ്കല്പം ആവശ്യമില്ല തന്നെ. ഭക്തി ഉണ്ടാകാൻ അഹങ്കാരമാകുന്ന വൃക്ഷത്തെ വെട്ടിക്കളയുവാൻ അയത്നലളിതമായ ഒരു മാർഗം ഇതാ നമ്മുടെ മുൻപിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ഭഗവത് നാമജപം. ഇവിടെ മറ്റൊരു കാര്യവും ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അഹന്ത അജ്ഞതയുടെ രൂപമാണ്, തമസ്സാണ്. ഞാൻ പുണ്യങ്ങൾ ചെയ്തവനാണ്, ഞാൻ ശ്രേഷ്ഠനാണെന്നീ വിധത്തിൽ താൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും കർത്തൃത്വം തന്നിൽ ആരോപിച്ച് അറിവുള്ളവനെന്ന് നടിക്കുന്നവരുടെ അഭിമാനം അന്ധതരമായ തമസ്സു മാത്രമാണ്. മാണ്ഡൂക്യം തന്നെ ഈ ആശയം വെളിപ്പെടുത്തിയിട്ടും ഉണ്ട്. കർത്തൃത്വാഭിമാനം മുന്തി നിൽക്കുന്നത് പഠിച്ചവരെന്ന് കരുതപ്പെടുന്നവരിലാണ്. അജ്ഞാനികളിൽ അത്രയുമില്ല എന്ന്. അതൊരു കൊടും കാടാണ്. പഠിപ്പില്ലാത്തവരുടെ അഹന്ത അത്രയും വളരുന്നില്ല. 50-ാമത്തെ ശ്ലോകം ഒന്നുകൂടി പാരായണം ചെയ്യാം. ധന്യോഹമെന്നു മതി മാന്യോഹമെന്നു മതി പുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനുമെന്നു മതി. ഒന്നല്ല കാൺകൊരു കൊടുങ്കാടുടെംഭമയം ഒന്നിച്ചു കൂടിയതു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ
നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.